എന്താ? വേലായുധൻ സാറ്. അതെ, ഞാൻ തന്നെ. ഓഹോ, സാർ ഇത്രയും വിവരക്കേട് കാണിക്കരുതായിരുന്നു. എന്റെ മോനോട് കാണിച്ചതിന് ഈശ്വരൻ പോലും പൊറുക്കില്ല സാറേ. സങ്കടമുണ്ട് സാറേ. കാര്യം പറയൂ. ആരാ സഹോദരി നിങ്ങളുടെ മകൻ? സാറ് ഹെഡ് മാസ്റ്റർ ആകേണ്ടിരുന്ന ആളല്ലേ? സാർ ഒന്ന് കേൾക്കണം. എന്റെ മോൻ ഗോപിക്കുട്ടൻ 5 ഐറ്റത്തിന് ചേർന്നു. ഒരെണ്ണത്തിന് അവനെ സബ് ജില്ലയിൽ കൊണ്ടുപോയില്ല സാറേ. അവൻ എന്താ ഒരു കുഴപ്പം? എന്റെ മോൻ നന്നായി പാടും, പ്രസംഗിക്കും, വരയ്ക്കും, പദ്യം ചൊല്ലും. എന്നിട്ടും അവനെ കൊണ്ടുപോയില്ല. ഇവിടുന്ന് പോയ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനം കിട്ടിയോ സാറേ? ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നന്നായി പാടുന്നത് കൊണ്ടല്ലേ മത്സരം നടത്തി തിരഞ്ഞെടുക്കുന്നത്. ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ ബാക്കിയുള്ളവർ പുറത്താവും. നമ്മൾ എന്തിനാ പെങ്ങളെ അതിൽ ഇടപെടുന്നത്? ഞങ്ങളാരും ഇടപെടാതിരുന്നാലല്ലേ നിങ്ങൾക്കൊക്കെ എന്തും ചെയ്യാൻ പറ്റൂ. ഞങ്ങൾ മന്ത്രിയെ കാണും, വേണ്ടി വന്നാ കോടതിയിലും പോകും. വെറുതെ വിടില്ല. ഗോപിക്കുട്ടന്റെ പാട്ടും പ്രസംഗവും ഒന്നും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ വരച്ച പടം അതിവിടെ ഉണ്ട്. മറ്റുള്ള കുട്ടികൾ വരച്ച പടങ്ങളും ഉണ്ട്. ഇതാണ് ഗോപിക്കുട്ടന്റെ സൃഷ്ടി. ഇത് നോക്കി അങ്ങ് തീരുമാനിച്ചാ മതി. എന്താ, ഇത് സെലക്ട് ചെയ്യാവോ? ഓ, എന്റെ മോന്റെ പടം അത്ര മോശമൊന്നുമല്ല. ബാലു, ഗണേശൻ വരുന്നെന്ന്. അവന്റെ ട്രെയിനിങ് കഴിഞ്ഞു. ഇനി മദ്രാസിലാ പോസ്റ്റിംഗ്. അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഉടനെ ഞാൻ കൂടെ ചെല്ലണമെന്ന്. ഞാനെന്ത് ചെയ്യും? വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? ഇവിടെ പിന്നെ ആരാ? ആരും ഉണ്ടാവില്ല. ആകെ ബുദ്ധിമുട്ടായി. എങ്ങനെ പോകും? വിളിച്ചാ എങ്ങനെ പോകാതിരിക്കും? പോയേ പറ്റുന്ന വെച്ചാ പോണം. അപ്പൊ നിനക്കെന്നെ ഇവിടെ വേണ്ടല്ലേ? മൂഡ് തെറ്റിയിരിക്കുകയാണല്ലോ. എന്ത് പറ്റി ടീച്ചറെ? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. തോറ്റത് ടീച്ചറോ കുട്ടിയോ? ഇയാളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ഉത്തരം ശരിയല്ല. ആരാ കക്ഷി? നമ്മുടെ ആ ചിത്രകാരൻ ബാലു. അല്ലാതാരാ? സാമൂഹ്യപാഠത്തിന് പടം വരച്ചു വെച്ചാ ജയിക്കില്ലല്ലോ. അല്ലെങ്കിൽ അവൻ അരക്കൈ നോക്കിയേനെ. ആ, സബ് ജില്ലാ കലോത്സവത്തിന് ബാലു പോയെങ്കിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറയുന്നല്ലോ സാറേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ? എന്നിട്ട് ടീച്ചറല്ലേ ചേരി ചേരാ നയം സ്വീകരിച്ചു കളഞ്ഞത്? ആ വേലായുധൻ സാറിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി ടീച്ചർ അവനെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ നോക്ക്. അതെങ്ങനെയാ? എപ്പോ നോക്കിയാലും വരപ്പല്ലേ വിദ്വാന് പണി. ആ, വിൽസനോ? അച്ഛൻ പറഞ്ഞു ബാലുവിനോട് നാളെ രാവിലെ അങ്ങോട്ട് വരാൻ. എന്താ വിൽസ കാര്യം? അവൻ വല്ല കുരുത്തക്കേടും കാണിച്ചിരിക്കും. എനിക്കറിയാൻ മേല. പിന്നെ ആ വേണുവിന്റെ അച്ഛൻ അവിടെ ഒരു ദിവസം പരാതിയുമായി വന്നിരുന്നു. ആ കുട്ടിയുമായി ഇവ വഴക്കിട്ടു. ഞാൻ അറിഞ്ഞു. ചെല്ല്, നേരിട്ട് പോയി കേട്ടോ. ഇതെന്താണെന്നറിയാമോ? ആ ഒരു തല്ലിപ്പൊളി പടം. ഇതാണ് എം ബി മൈ ബേർഡ്. എന്റെ കൈ. ഇങ്ങനെ പോയാ നീ ഈ വർഷം തോക്കുമെന്നാണല്ലോ സാറന്മാര് പറയുന്നത്. നീ ക്ലാസ്സിൽ എന്ത് ചെയ്യാ? പഠിച്ചെടുക്കാൻ സമയമുണ്ടോ? എപ്പോ നോക്കിയാലും പടം വരപ്പാണെന്നാ പരാതി. ആ പരാതിയിൽ കുറച്ച് വാസ്തവമുണ്ട്. കൊള്ളാലോ, ഈ തത്തമ്മ അസലായി. അല്ല, ഇതൊക്കെ ആരാ? അച്ഛന്റെ അടുത്തൊരു പരാതി വന്നില്ലേ, ഒരു കുട്ടി ഞാനുമായി വഴക്കുണ്ടായിന്ന്. ഓ, ആ ദിവാകരൻ പിള്ളയുടെ മകനാണോ ഇത്? ഞാനത് മറന്നിരിക്കുകയായിരുന്നു. നീ എന്തിനാ അവന്റെ ഷർട്ട് കീറിയത്? അച്ഛന്റെ അമ്മയുടെയും പടം വരയ്ക്കാൻ പറഞ്ഞ എന്ത് എന്ന് ചോദിച്ച് കളിയാക്കി ചിരിച്ചു. എനിക്ക് ദേഷ്യം പിടിച്ചു. ബാലുവിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതാരുടെയും കുറ്റമല്ലല്ലോ, ദൈവനിശ്ചയമല്ലേ. നീ അതൊന്നും കേട്ട് വിഷമിക്കാതെ അവന് മാപ്പ് കൊടുക്കൂ. ആ, ഞാനിപ്പോ വിളിപ്പിച്ചത് മറ്റൊരു പ്രധാന കാര്യം പറയാനാ. നമ്മളൊന്ന് ജോണച്ചന്റെ അടുത്ത് റോബർട്ടിനെ അന്വേഷിച്ചു പോയത് ഓർമ്മയുണ്ടോ?
അയാൾ നാളെ ഇവിടെ എത്തും. നല്ലൊരു ആർട്ടിസ്റ്റാണ് അയാൾ. പെയിന്റിങ്ങിനെ കുറിച്ച് നിനക്ക് പലതും മനസ്സിലാക്കാനാവും. നീ എപ്പോ നാളെ ഇങ്ങ് വരണം. ആ എന്ന് വെച്ച് ക്ലാസ് ഒന്നും കെട്ടിയരുത്. ക്ലാസ് ഒന്നും കളയില്ലച്ചോ. ആ, ഇത് നിനക്ക് നല്ലൊരു അനുഭവമായിരിക്കും. കനക ടീച്ചർ ബാലുവിനെ അന്വേഷിച്ചിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? സാമൂഹ്യ പാഠത്തിന് കോഴിമുട്ടയായിരിക്കും. ബാലു ആ ശ്യാമെ കാണിക്കാൻ ഒരു സാധനമുണ്ട്. എന്താ ബാലു, ഞാനും കൂടെ കാണട്ടെ. കണ്ടിട്ട് അങ്ങ് കീറി കളയണം. ഇത് കൊള്ളാം, അന്ന് താടിക്ക് ശേഷം വരച്ചതല്ലേ? ഉം. അയ്യോ ദേ വേണു. ആ, അവനിത് കാണണ്ട, അടുത്ത ഒഴുകിന് കാരണമാവും. അയ്യോ നല്ല പടങ്ങളായിരുന്നു. ബാലുവിന് ദേഷ്യം തീർന്നിരിക്കും. പക്ഷെ വേണ ഒരു കുറുക്കനും പാമ്പൊക്കെ തന്നെയാ. നീ എങ്ങോട്ടാ ഈ രാവിലെ? ഇന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ? സ്കൂളില്ല, ഞാൻ ബാലുവിന്റെ വീട്ടിൽ ഈ പുസ്തകം കൊണ്ടുവരുത്തിട്ട് ഇപ്പൊ വരാം. അയാൾക്ക് ക്ലാസ്സിൽ ഒരുപാട് വഴക്ക് കിട്ടി. നീ ഇത്രയും ദൂരം നടന്നു പോവാനോ? പ്രമോദ് കൊണ്ടുപോയി കൊടുക്കും. നല്ല അമ്മയല്ലേ, ഞാൻ ഇത് കൊണ്ടു കൊടുത്തിട്ട് ഓടി വരാം. ആ പ്രമോദേട്ടന് ബാലുവിനെ തീരെ ഇഷ്ടമല്ല. അതെയോ? ബാലു അസലേ വരയ്ക്കും. അവനൊരു കലാകാരൻ തന്നെയാ. പക്ഷെ പഠിത്തം കളയാൻ പാടുണ്ടോ? ആ അതല്ലേ അമ്മ ഞാൻ സഹായിക്കുന്നേ. അവസാനം സഹായിച്ച് സഹായി നോക്കാതിരുന്നാ മതി. എന്തിനാ പൊട്ടിയ വളകള്? അതമ്മേ ബാലുവിന് വേണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് പറഞ്ഞില്ല. ഓരോ വികൃതികള്. ആ പെട്ടെന്ന് ഇഞ്ഞ് വരണം കേട്ടോ. ചിത്രകാരനും ചിത്രകാരിയും കൂടിയിരുന്ന് സമയം പോക്കണ്ട. ഇന്നിപ്പൊ ശ്യാമെ വരയ്ക്കണം തോന്നി. വളപ്പെട്ട രൂപങ്ങൾ നാളെ ഉണ്ടാക്കാം. സമയമില്ലാതിരിക്കുമ്പോ ബാലുവിന്റെ ഓരോ വാശി. ദേ കഴിഞ്ഞല്ലോ. എനിക്കല്ലേ സമയക്കുറവ്. സാമൂഹ്യ പാഠവും കണക്കും സയൻസും തുറന്നു തന്നെ നോക്കിയിട്ടില്ല. ശ്യാമെല്ലാം തീർത്തു വെച്ചിരിക്കല്ലേ. എന്നാ ബാലു വരയ്ക്കുമ്പോ ഞാനൊരു പാഠം ഉറക്കെ വായിച്ച് കേൾപ്പിക്കട്ടെ? ശ്യാമ വെറുതെ വിഷമിക്കാതെ. ജയിക്കാൻ മാത്രമുള്ളതൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കും. അതിന് ഇനി സമയമുണ്ട്. പക്ഷെ വരയ്ക്കാൻ തോന്നിയാൽ അങ്ങനെയല്ല, ഉടനെ വരയ്ക്കണം. എങ്ങനെയുണ്ട്? അസലായി. ഞാനിത് അമ്മയെ കാണിച്ചോട്ടെ ബാലു? അമ്മയ്ക്ക് ബാലുവിന്റെ പടങ്ങൾ വലിയ ഇഷ്ടാ. ബാലുവിനെയും. തീർക്കട്ടെ. പഠിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? നിർബന്ധമാണെങ്കിൽ ശ്യാമ വായിച്ചോളൂ, ഞാൻ കേൾക്കാം. ഏറ്റവും ഒടുവിൽ ക്ലാസ് പഠിപ്പിച്ച പാഠം മുതൽ തുടങ്ങാല്ലേ? ആ തുടങ്ങിക്കോ. മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങളുടെ പാദം വിസ്തൃതി കൂടിയിരിക്കുകയും മുകളിലോട്ട് പോകും തോറും വിസ്തൃതി കുറഞ്ഞ കൊടുമുടിയായി അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു മടക്ക് പർവ്വതത്തിൽ തന്നെ പല നിരകൾ കാണാവുന്നതാണ്. മടക്ക് ദോശാന്ന് കേട്ടിട്ടുണ്ട്. ടൗണിൽ പോയപ്പോ അച്ഛൻ വാങ്ങി തന്നതാ. ബാലുവിനെല്ലാം കളിയാ. സത്യത്തിൽ മടക്ക് പർവ്വതം ഞാൻ ആദ്യം കേൾക്കുക. യൂറോപ്പിൽ എവിടെയുള്ള ഈ പർവ്വതങ്ങളുടെ കഥയൊന്നും തലയിൽ ഇരിക്കുന്നു തോന്നുന്നില്ല. ബാലു തന്നെ താൻ അങ്ങ് പഠിച്ചാ മതി. അങ്ങനെ അങ്ങ് പോകാതെ ദാ ഇതൂടെ കൊണ്ടുപോ. അടുത്ത മാസം കൂടെ മതി കേട്ടോ. അതെന്താ ചേച്ചി? അടുത്ത മാസം കുറച്ച് കൂടുതൽ വേണം താനും. ആ. ഗണേശൻ വരുന്നുണ്ട്. ഓ അവൻ പോകുമ്പോ എനിക്കൂടെ പോകേണ്ടി വരും. ഓഹോ. അവൻ ഇനി മദ്രാസിലാ പോസ്റ്റിംഗ്. ക്വാർട്ടേഴ്സും കിട്ടും. ഞാൻ കൂടെ ചെല്ലണമെന്ന് വലിയ നിർബന്ധം. ഇവിടം വിട്ടു പോകാൻ എനിക്കാണെങ്കിൽ തീരെ മനസ്സില്ല. എന്നാലും അവൻ വിളിക്കുമ്പോ. അല്ലേ ചേച്ചി, അപ്പൊ ഈ ബാലു എവിടെ പോവും? അതാണ് എനിക്ക് ആകെ ഒരു സങ്കടം. അവന് തിരികെ അയ്യനേത്തച്ഛൻ്റെ കൂടെ താമസിക്കേണ്ടി വരും. അമ്മ കുറച്ചു കാലം കൊണ്ട് തിരികെ വരും. അതുവരെ അയ്യനേത്തച്ഛൻ്റെ കൂടെ കഴിയണമെന്നേ ഉള്ളൂ. ബാലുവിന് അച്ഛന് ഒരു കുറവും വരുത്തൂല. നിന്നെ അത്ര ഇഷ്ട അച്ഛന്. അനാഥമാരെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. എടാ, നിനക്ക് ഇത്ര ധിക്കാരോ? എന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ? എന്നോട് തന്നെ വേണം. പൊയ്ക്കോ, എനിക്ക് നിന്നെ കാണണ്ട.
അച്ചോ, അയ്യനത്തച്ചോ. റോബർട്ടോ, എവിടുന്ന് വരുന്നടോ താനീ രാത്രി? ഗോവയിൽ നിന്ന് വരുന്ന വഴി. ഇവിടെ എത്ര ദിവസമാണാവോ ഹാൾട്ട്? അച്ഛൻ പോകാൻ പറയുന്നത് വരെ. ഓഹോ, എന്ന് വെച്ചാൽ ശനിയാഴ്ച വൈത്തിരിയിലെത്തണം. ഇയാൾക്കൊരു മാറ്റവും ഇല്ല. ആ, അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് ജോണച്ചൻ പറഞ്ഞു. നാളെ ആവട്ടെ, ഞാനൊരു കൊച്ചു ചിത്രകാരനെ പരിചയപ്പെടുത്താം.